ഏകദേശം ഇത്ര വലുതായി, നല്ല വലുപ്പമായി. ഒരു സെട്ടപ്പാടി പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ പൂ കണ്ടപ്പോൾ ഒരു കൊമ്പിടുന്ന് എത്തിയതാ. അടിപൊളിയായി. ബീച്ച് അറൗണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് മീനെ പിടിച്ചിക്കണം. കണ്ടോ, ഒരു 3 ഐറ്റം മീനുണ്ട്. അപ്പോൾ ഏകദേശം 5ഉം 7ഉം 10 മീനെ ടോട്ടൽ മേടിച്ചിട്ടുണ്ടോ. കളർ മീനുകളും ഉണ്ട്, പിന്നെ അതേപോലെ മുയ്യ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് തീറ്റകളൊക്കെ ഒന്ന് കവറൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളെ ചെറിയ ചെറിയ ടാങ്ക് ഉണ്ടാക്കിയിടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 5 എണ്ണം ഉണ്ട് കേട്ടോ കളർ മീനുകളെ. അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിവാക്കിയിട്ടുണ്ടോ, പുതിയ വെള്ളത്തേക്ക് നോക്കാം. നമുക്ക് കൈയ്യൊക്കെ എടുത്തിട്ടിടാം അല്ലേ. മൂന്നെണ്ണം ഇട്ടോ, ഈ 2 എണ്ണം പാടുണ്ട്. കളറ് മിക്സാക്കി മേടിച്ചാട്ടോ. ഇതാട്ടോ അടുത്ത 2 എണ്ണം. ബലി നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ബോളുണ്ട് ഗ്ലാസിൻ്റെ, അതിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം. അങ്ങനെ ഈ 2 കുഞ്ഞന്മാരെയും പാടെ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ എല്ലാവരെയും നമ്മളെ ടാങ്കിലോട്ട് ഇട്ടിട്ടോ. അപ്പോൾ അതിലോട്ട് വെള്ളം തിരിച്ചിട്ട് കാണുമ്പോൾ, അപ്പോൾ ഇങ്ങനെ വെല്ലിച്ച് ഇങ്ങനെ ചാടുമ്പോൾ ഓൾക്കൊരു ചെറിയ ഫ്ലോവും കിട്ടിക്കോട്ടെ വിചാരിച്ച്. ഇനി മോട്ടറുണ്ട്, ചെറിയ മോട്ടറുണ്ട്, അത് നമുക്ക് ഫിറ്റ് ചെയ്യും വേണം. ഇത് സംഭവം എന്താ മനസ്സിലായോ, നമ്മളാ വലിയ ഡ്രം ഉണ്ടല്ലോ, ആ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മ്, അത് പകുതി കട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് അതിന് ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിക്കണം. എന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത ടാങ്ക് കേട്ടോ. ഇതാണ് നമ്മളെ മോട്ടർ കേട്ടോ, ചെറിയ മോട്ടർ കേട്ടോ. എത്ര 200 റുപ്യ റീറ്റെയിൽ സ്റ്റോറിൽ. അപ്പോൾ ചെറിയൊരു എയർ പമ്പാണ്. അപ്പോൾ ഇത് പുറത്ത് ഘടിപ്പിക്കുക, പ്ലഗിൽ കുത്തി കൊടുക്കുക. ശേഷം ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് നേരെ അതിലിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരും. അങ്ങനെ പറഞ്ഞേ. അപ്പോൾ നമുക്കൊന്ന് ഇനി കണക്ട് ചെയ്ത് നോക്കാം. ഇതാ ടൈറ്റേക്കിലെ തീറ്റ, നമ്മൾ ചെമ്മീൻ്റെ തീറ്റ കേട്ടോ. അപ്പോൾ ഇത് പൊടിയും വരും, ഇതുപോലെ ചെറിയ ചെറിയ മണിയും വരും. ഞാൻ ഈ മണിയാണ് മേടിച്ചിട്ടോ. ഇത് 100 ഗ്രാമിന് 30 റുപ്യ. നമുക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു, വളരെ കുറച്ച്. ഇപ്പോൾ കഴിക്കലൊന്നും ഉണ്ടാവില്ല എന്തായാലും, അത് കുറച്ചിട്ട് കൊടുത്തു. അങ്ങനെ മീറ്റർ ടാങ്കിന് വല കെട്ടിട്ടോ, കാരണം അല്ലെങ്കിൽ മറ്റേ നമ്മളെ കാക്കയൊക്കെ ഒന്ന് കൊണ്ടുപോകണേ. വല കെട്ടി സെറ്റ് ചെയ്തു. ആൾക്കാർക്ക് ഇങ്ങനെ പേടിയുണ്ട് കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ ലെവലാവും. മൂലൊക്കെ പോയിക്കുക, നല്ല രസമുണ്ട് കാണാൻ. ഓടി കളിച്ചിട്ടുണ്ടോ. രണ്ട് ടാങ്ക് നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലായിട്ട് വെച്ച് കണ്ടോ, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. കാരണം ഇതിന് മുയിക്കൾക്കാകുമ്പോൾ എല്ലാ ഫുഡ് ടൈപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ ജനലിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയും വെച്ചിട്ടോ.
ഈ ചെടിയൊക്കെ ഇപ്പോൾ ഔട്ടായില്ലേ. പണ്ടത്തെ ചെടിയല്ലേ ഇത്. പക്ഷെ ആളിപ്പോഴും എന്താല്ലേ ആ ഇലൻ്റെ ഭംഗി നോക്കണേ.